മണ്ടൂർ തലക്കോടത്ത് ജ്യോതിഷമഠത്തിൽ മഹാചണ്ഡിക ഹോമം നടന്നു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മണ്ടൂർ തലക്കോടത്ത് ജ്യോതിഷമഠത്തിൽ മഹാചണ്ഡിക ഹോമം നടന്നു. ശനിയാഴ്ച രാവിലെ 7:30 മണിയോടെ കർണാടകയിലെ പ്രശസ്തനായ ശ്രീവത്സ തുങ്കയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഹോമം നടന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ചണ്ഡികാദേവിയെ പ്രീതിപ്പെടുത്തി ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ഐശ്വര്യം, ആരോഗ്യം, ശത്രുജയം എന്നിവ നേടാനുമായി നടത്തുന്ന അതിശക്തമായ ഹോമമാണ് ചണ്ഡികാ ഹോമം. ദുർഗ സപ്തശതിയിലെ 700 ശ്ലോകങ്ങൾ ജപിച്ച് ഹോമകുണ്ഡത്തിൽ ഹവിസ് അർപ്പിക്കുന്ന ഈ പൂജ നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷണം നൽകുന്നുവെന്നാണ് വിശ്വാസം. ഈ ജ്യോതിഷമഠം എന്ന സ്ഥലത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സാരഥി നമ്പൂതിരി ഇവരുടെ മുമ്പായിട്ട് വെച്ചിട്ട് ചണ്ഡിക ഹോമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ചണ്ഡിക ഹോമം പറഞ്ഞ മഹാകാളിയായിട്ട്, മഹാലക്ഷ്മിയായിട്ട്, മഹാസരസ്വതിയായിട്ട് ആ ചണ്ഡിക ദുർഗാ പരമേശ്വരനെ ആരാധിക്കുന്ന ഒരു രീതിയാണ്. സപ്തശതി പറഞ്ഞ മാർക്കാണ്ഡ പുരാണത്തിൽ പറഞ്ഞ സപ്തശതി പറഞ്ഞ 700 മന്ത്രം വെച്ചിട്ടാണ് ഈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിന് വിശേഷമായിട്ട് ചണ്ഡീ പായസം ഹോമിക്കൂ. പിന്നെ കലശത്തിലെ, മണ്ഡലത്തിലെ, സ്വസ്തികതലൊക്കെ ദേവിനെ ആവാഹിച്ച് പൂജ ചെയ്യുന്ന വിധാനം ഈ ചണ്ഡിക ഹോമമാണ്. അപ്പോൾ ചണ്ഡിക ഹോമത്തിലെ വേറെ വേറെ ചണ്ഡിക ഹോമം ഉണ്ട്. എനിക്ക് ചെയ്യുന്നത് ലഘുചണ്ഡിക പറഞ്ഞിട്ട്, ഇനി നവചണ്ഡി ഉണ്ട്, ദശചണ്ഡി പറഞ്ഞിട്ടുണ്ട്, ശതചണ്ഡി ഉണ്ട്, സഹസ്രചണ്ഡി ഉണ്ട്, ആയുധ ചണ്ഡി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ അതിന് വേറെ വേറെ ശാസ്ത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രകാർ എന്താ പറഞ്ഞോ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലഘുചണ്ഡിയായിട്ട് എനിക്ക് ചെയ്യുന്ന ചണ്ഡിക ഹോമത്തിലെ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഈ നാട്ടുകാർക്ക്, ഈ വീട്ടുകാർക്ക്, എല്ലാ ആൾക്കാർക്ക് സൗഭാഗ്യം കൊടുക്കട്ടെ, എല്ലാം ഉത്തരോത്തര ശ്രേയസ് ആവട്ടെ പറഞ്ഞിട്ടാണ്. ജ്യോതിഷമഠം തലക്കോടത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാഗവത സപ്താഹം നടത്തി വരികയാണ്. രാമായണ സത്രം പോലെയുള്ള പരിപാടി കർക്കിടക മാസവും നടത്തി വരുന്നു. സർവ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മഹാചണ്ഡിക ഹോമം ചെയ്യണം എന്നാഗ്രഹിച്ചു. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും സഹകരണത്തോടെ നമ്മൾ ജ്യോതിഷമഠത്തിൽ വെച്ച് ചണ്ഡികാ ഹോമം നടത്തുകയാണ്. എല്ലാവരെയും ഈ ബൃഹത്തായ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. സർവ്വ ഐശ്വര്യം ഉണ്ടാവാനായിക്കൊണ്ട് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിക്കുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അന്നദാനവും ഉണ്ടായി. ജ്യോതിഷ പണ്ഡിതനായ ഉണ്ണികൃഷ്ണൻ സാരഥിയുടെ ഉടമസ്ഥതയിലുള്ള മഠത്തിൽ സപ്താഹയജ്ഞങ്ങൾ, രാമായണ മാസങ്ങളിൽ വിവിധ പരിപാടികളും നടക്കാറുണ്ട്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മണ്ടൂരിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.